സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും തഖ്വയുള്ളവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ വിശ്വാസം, അതിന്റെ അഖീദ വളരെ പവിത്രമാണ്, പരിശുദ്ധമാണ്, മലിന്യങ്ങളൊന്നും തന്നെ കലരാത്തതാണ്. എല്ലാവിധത്തിലുള്ള ചൂഷണങ്ങളിൽ നിന്നും മുക്തമായ നിലക്കാണ് ഇസ്ലാം അതിൻ്റെതായ അധ്യാപനങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു പോയിട്ടുള്ളത്. അതേ അവസരത്തിൽ ഇന്ന് മനുഷ്യരുടെ ഭയത്തെയും അവരുടെ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളെയും കുടുംബ പ്രശ്നങ്ങളെയുമൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി ചില ആളുകൾ ഇവിടെ ലക്ഷങ്ങളും കോടികളും ആത്മീയ മേഖലയിൽ നേടിയെടുക്കുകയാണ്. ഇക്കൂട്ടത്തിൽ സമൂഹത്തിൽ നിന്ന് ഏറെ പ്രചാരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജ്യോതിഷം എന്ന് പറയുന്ന സമ്പ്രദായം. ആസ്ട്രോളജി എന്ന് ഇംഗ്ലീഷിൽ പറയപ്പെടുന്ന ജ്യോതിഷമെന്ന് മലയാളത്തിൽ ഭാഷാന്തരം നടത്തപ്പെടുന്ന ഒരു വലിയ തട്ടിപ്പ്. ഇത് പറയുമ്പോൾ ആസ്ട്രോണമിയാണോ ഈ പറയുന്നത് എന്നാരും തെറ്റിദ്ധരിക്കരുത്. ആസ്ട്രോണമി വേറെയാണ്, ആസ്ട്രോളജി വേറെയാണ്. ആദ്യത്തേത് ഇസ്ലാം അംഗീകരിച്ചതും രണ്ടാമത്തേത് ഇസ്ലാം കടുത്ത ഹറാമായി പരിചയപ്പെടുത്തിയതുമാണ്. ഇന്ന് ആളുകൾ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. മനുഷ്യരെ ഭയപ്പെടുത്തലാണ് അവർ ചെയ്യുന്ന ഒന്നാമത്തെ ഏറ്റവും കടുത്ത അക്രമം. ഭയപ്പെടുത്തിയിട്ട് അതിന് പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കുക എന്നുള്ള മാർഗമാണ് അവർ ആദ്യം സ്വീകരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലോ ലോകത്ത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും, കുടുംബ പ്രശ്നങ്ങളുള്ളവരുണ്ടാകും, അതുപോലെ തന്നെ ശാരീരികമായി വലിയ വെല്ലുവിളികളും രോഗങ്ങളുമൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ടാകും. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലോ. അവരെയൊക്കെ അവരുടേതായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഭയപ്പെടുത്തി നിർത്തലാണ് ഈ ജ്യോതിഷികൾ ചെയ്യുന്ന, ആസ്ട്രോളജർമാർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിദ്യ. അവരോട് പറയും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അപകടം വരാനിരിക്കുന്നുണ്ട് അടുത്ത് തന്നെ. നിങ്ങളുടെ കുടുംബത്തിൽ ബന്ധപ്പെട്ട ഒരാളുടെ മരണം അടുത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട്. അതോടുകൂടി ഇര പേടിച്ചു കഴിഞ്ഞു. ഇനിയാണ് അവരുടെ വിദ്യകൾ. എന്നാൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നവയൊന്നുമല്ല. ഇതിന് ചില പരിഹാര ക്രിയകൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിന് കുറച്ച് പണം വേണ്ടി വരും. അങ്ങനെ ആയിരങ്ങളിൽ തുടങ്ങി പതിനായിരങ്ങളും ലക്ഷങ്ങളും കോടികൾ വരെ അവർ പിടുങ്ങും. ഇതാണ് അവർ ചെയ്യുന്ന ഒന്നാമത്തെ ആസൂത്രിതമായ രീതി. മറ്റൊരു വിഭാഗം ആളുകൾ അവർ വ്യാജ കല്ല് കച്ചവടക്കാരാണ്, രത്നക്കച്ചവടക്കാർ. ജനങ്ങളോട് അവരുടെ ഈ മേൽപ്പറഞ്ഞ ഭീതികളെ അവരുടെ മനസ്സിൽ ഇങ്ങനെ ലൈവാക്കി നിലനിർത്തി നിങ്ങളുടെ സർവ്വദോഷങ്ങൾക്കും പരിഹാരം വരാൻ, ദോഷബാധ തടയാൻ എന്ന് പറഞ്ഞ് ചില പ്രത്യേക മോതിരക്കല്ലുകൾ നിർദ്ദേശിക്കും. അവരത് ലൈവായി കാണിക്കും. ദാ എന്റെ കയ്യിലുള്ള ഈ മോതിരം കണ്ടില്ലേ, ഈ കല്ല്, ഇതിന്റെ വില ഞാൻ പറയൂല,
ഇത് നിങ്ങൾ ആര് ചോദിച്ചാലും ഞാൻ പറയൂല, അത്ര വലിയ മഹത്വമേറിയ കല്ലാണിത്. പക്ഷെ നിങ്ങൾക്ക് ഞാനുമായിട്ട് വാട്സപ്പിലോ ഫോണിലോ ഒക്കെ ബന്ധപ്പെടാം. അയാളെ സമീപിച്ചാൽ അയാൾ ഇതിന് വൻ വില പറയും. എത്ര 10 റുപ്യന്റെ കൃത്രിമ കല്ല, അത് വെച്ച് അയാൾ കോടികൾ നേടും. ഇങ്ങനെയുള്ള ചില കല്ല് കച്ചവടക്കാരുണ്ട്, കൃത്രിമ രത്നവ്യാപാരികളുണ്ട്. അവരും ജനങ്ങളെ ഈ പേടിപ്പിച്ച് ഇരയെ വീഴ്ത്തിയിട്ടാണ് അവർ പണമുണ്ടാക്കുന്നത്. ഇതൊക്കെ ഇന്ന് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയകളിൽ സുലഭമാണ്. ഇന്ന് ലൈവായി നിലനിൽക്കുന്ന പച്ചയായ സത്യങ്ങളാണ് ഞാൻ വിളിച്ചു പറയുന്നത്. 3, അത്ഭുത സിദ്ധികളും തകിടുകളുമാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. സർവ പ്രശ്ന പരിഹാരം എന്ന് പറഞ്ഞ് മന്ത്രിച്ച തകിടുകൾ നിങ്ങളെ ഏൽപ്പിക്കും, ഏലസുകൾ ഏൽപ്പിക്കും, രക്ഷാ കവചങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നൂലും അതേപോലെയുള്ള വസ്തുക്കളും നിങ്ങളെ കയ്യിൽ തരും. എന്നിട്ട് പറയും, ഇത് ഞാൻ പറയും പോലെ നിങ്ങൾ കെട്ടിയാൽ, ശരീരത്തിൽ ബന്ധിച്ചാൽ, വീടിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ തൂക്കിയിട്ടാൽ, നിക്ഷേപിച്ചാൽ, കുഴിച്ചിട്ടാൽ നിങ്ങളുടെ കടബാധ്യതകൾ തീരും, തൊഴിൽ ലഭിക്കും, നിങ്ങളുടെ വിവാഹം മുടങ്ങി നിൽക്കുന്ന മക്കളുടെ വിവാഹം നടക്കും, വൻ തുക ആ മേഖലയിലും അവർ ഈടാക്കും. തീർന്നില്ല. 4-മത്തൊരു വഴി, മനുഷ്യന്റെ ഈ നേരത്തെ പറഞ്ഞ മാനസികമായ ബലഹീനതകൾ മുതലെടുക്കാൻ, മനുഷ്യൻ ഏറ്റവും പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുന്ന സമയത്താണ് ഇവർ ഇടപെടുക. അങ്ങനത്തെ സമയത്താണ് ഈ ദുർബലരായ ആളുകൾ ഇത്തരം ചൂഷകന്മാരെ സമീപിക്കുകയും ചെയ്യുന്നത്. ഈ മാനസികാവസ്ഥക്കൊരു തകരാറുണ്ട്. ആ സമയത്ത് നമ്മൾ ആരെയാണോ സമീപിച്ചത് അവർ നമ്മെ വല്ലാതെ വഞ്ചിക്കുമെന്ന് മാത്രമല്ല, അവര് ഞങ്ങളെ വഞ്ചിക്കുകയാണെന്ന് തിരിച്ചറിയാൻ ഇരക്ക് ബോധം നഷ്ടപ്പെടുകയും ചെയ്യും. അവനവരുടെ വലയിൽ വീണ് കഴിഞ്ഞു. അവര് പറയുന്നതെന്തും അവർ വിശ്വസിക്കും. ഇത് ജാതി മത ഭേദമന്യേ ഇവിടെ നടക്കുകയാണ്. ഞാനിവിടെ ജ്യോതിഷം എന്ന് പറയുമ്പോ ആ ജ്യോതിഷത്തിന്റെ പ്രവചനങ്ങൾ നടത്തുന്നവനാണ് ജ്യോത്സ്യൻ. അതൊരു മതവിഭാഗത്തെ, അത് അവരുടെ കാര്യമല്ലേ? മുസ്ലിമീങ്ങളോട് ഖുത്ബ പറയുമ്പോ എന്തിനാണ് ജ്യോത്സ്യന്മാരുടെ കാര്യം പറയുന്നത് എന്ന് ഒരു വേള ആരെങ്കിലും ശങ്കിക്കുന്നുവെങ്കിൽ അവരുടെ വിശ്വാസവും അവരുമായിട്ട് അവരുടെ വഴിക്ക് പോകാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ട് വളർന്നവർ, അത് പറയുന്നവർ, ഇത്തരം ആളുകളുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി ലക്ഷങ്ങൾ അടിയറ വെച്ച് തട്ടിപ്പിനിരയായി മാനഹാനി ഓർത്തുകൊണ്ട് പുറത്ത് പറയാനാവാതെ ചിലരൊക്കെ ആത്മഹത്യ ചെയ്തു, ചിലരൊക്കെ ബന്ധങ്ങൾ പിരിഞ്ഞു, ചിലരൊക്കെ ആത്മഹത്യയുടെ വക്കോളമെത്തി നിൽക്കുന്ന നൂറുകണക്കിന് ജീവിക്കുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ കേരളത്തിന് പറയാനുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. അത് ജ്യോത്സ്യൻ, ഇത് തങ്ങള്, അല്ലെങ്കിൽ ബീവി, ജിന്നുമ്മ, ജിന്ന് മെഹ്ളറ. ജിന്ന് മെഹ്ളറ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ വൻ വ്യവസായമായി ഇപ്പോ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ ജിന്ന് മെഹ്ളറകൾ. എന്താ മെഹ്ളറ എന്ന് പറഞ്ഞാൽ? ജിന്നുകൾ ഹാജരാകുന്ന സ്ഥലം. അവർ നിശ്ചയിക്കുന്ന സമയത്ത് ഇരകളാണ്ട് എത്തുകയാണ്, പാഞ്ഞെത്തുകയാണ്. ആളുകളൊക്കെ ഒന്നിച്ചുകൂടി ദിക്റാണെന്ന പേരിൽ ചിലതൊക്കെ ചൊല്ലും, സലാത്ത് എന്ന പേരിൽ. അങ്ങനെയാണല്ലോ ശൈത്താൻ എപ്പോഴും നേരെ ഹറാമിട്ട് പ്രൊമോട്ട് ചെയ്യൂല, കൂട്ടിക്കലർത്തിയിട്ടാണ് അവന്റെ പരിപാടി. കുറച്ച് ബിസ്മിയും കുറച്ച് യാസീനും കുറച്ച് ഫാത്തിഹയും ഇപ്പൊ കഴിഞ്ഞിട്ട് പറയും ഹാലിർ ഹാലിർ ഹാലിർ. അങ്ങനെ അമറലാണ് ഒരു മൂലയിൽ നിന്നിട്ട് ഇവിടെ ഹാദറാകൂ ഹാദറാകൂ. അയാൾ വിളിച്ചു വരുത്താണ്. മറ്റു മതങ്ങളിലുണ്ട് ദൈവങ്ങളെ വിളിച്ചു വരുത്തി കൊട്ടിപ്പാടിയിട്ടും മുട്ടിപ്പാടിയിട്ടും. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ വചനത്തിന്റെ വക്താക്കളായി ജീവിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഇവൻ ഹാദിർ ഹാദിർ, എന്താ ഹാദിർ എന്ന് പറഞ്ഞ ഹാജറാകൂ, വരൂ വരൂ എന്ന് വിളിച്ചു വരുത്തുകയാണ്, ജിന്നുകളെ വിളിച്ചു വരുത്തുകയാണത്രേ. അങ്ങനെ പിന്നെ അവൻ ഒരു പ്രത്യേക ഹാവഭാവങ്ങളിലേക്കൊക്കെ അവൻ നീങ്ങി. അവൻ ആളുകളെ കയ്യിലെടുത്തു, ജനങ്ങളൊക്കെ പേടിച്ചു. ഇപ്പൊ ജിന്ന് ഹാദറായി. ഇനിയാണ് അവന്റെ തന്ത്രങ്ങൾ. അതിലെല്ലാം നടക്കും, അതിൽ നടക്കാത്തതൊന്നുമില്ല.
അത്ര മോശപ്പെട്ട വൃത്തിഹീനമായ ഒരു സംസ്കാരം ഇന്ന് നമ്മുടെ നാടുകളിൽ സർവ്വ ജില്ലകളിലും അതിന്റെ ബ്രാഞ്ചുകൾ മുളച്ചു പൊന്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് സുഹൃത്തുക്കളെ ഇതിന്റെയൊക്കെ കാരണം? നിങ്ങൾ നോക്കൂ. ഇത് ഒരു ഭാഗം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്മാർട്ട് ഫോണുകളിൽ അറിഞ്ഞവരുണ്ടാകും അറിയാത്തവരുണ്ടാകും എന്ന് പരിശോധിച്ചു നോക്കൂ. ഒരു വൻ പരസ്യമാണ് ഇപ്പൊ നടക്കുന്നത്. ആരെയാ പരസ്യത്തിന് ഉപയോഗപ്പെടുത്തുന്നത്? സിനിമാ നടികളെ പോലെ, കായിക താരങ്ങളെ പോലെയുള്ള സെലിബ്രിറ്റികളെ. എന്താ നാടകം? അവര് മുൻമേ തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റാണ്, ഒരു തിരക്കഥയാണ് അവർ അഭിനയിക്കുകയാണ്. പക്ഷെ ഈ പൊട്ടൻ, ഇത് കാണുന്ന പൊട്ടൻ, അവനറിയില്ല ഇത് അഭിനയമാണെന്ന്. എന്താ രംഗം എന്നറിയോ? ഒരു സിനിമാ നടി, അവളുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടാവും, അപ്പുറത്തൊരു പെൺകുട്ടി ഇരിക്കുന്നു, അവളെ കാണിക്കൂല, ചിലപ്പോ കാണിക്കും. എന്നിട്ട് പറയും, ആസ്ട്രോളജിയിൽ വിശ്വാസമുണ്ടോ? അപ്പൊ മാം, എനിക്ക് ഈ ആസ്ട്രോളജിയിലൊന്നും അങ്ങനെ വിശ്വാസമല്ല, അതൊക്കെ അന്ധവിശ്വാസാണ്, അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും എനിക്ക് താല്പര്യമില്ല. ഉടനെ ഇവൾ ഇടപെടും, സെലിബ്രിറ്റി. എന്നിട്ട് പറയും, ഓക്കെ, ഞാൻ നിങ്ങൾക്കൊരു ആപ്പ് പരിചയപ്പെടുത്തുന്നു, ഇതിൽ നിങ്ങൾ നിങ്ങളുടെ DOB ഒന്ന് ഇപ്പൊ ഒന്ന് അടിക്കണം, ഡേറ്റ് ഓഫ് ബർത്ത്, ജനനത്തീയതി ഒന്ന് ഇതിൽ രേഖപ്പെടുത്തണം. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ആള് വാങ്ങി ഡേറ്റ് ഓഫ് ബർത്ത് ഇതിൽ രേഖപ്പെടുത്തി. ഡേറ്റ് ഓഫ് ബർത്ത് രേഖപ്പെടുത്തി കഴിയുമ്പോഴേക്ക് ഈ സെലിബ്രിറ്റി ഇടപെട്ടുകൊണ്ട് ചോദിക്കും, എന്താ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എഴുതി പൂർത്തിയാകുമ്പോഴേക്കും മുഖത്തൊരു എക്സ്പ്രഷനൊക്കെ ഒരു മാറ്റമുണ്ടല്ലോ. അടുത്ത ചോദ്യം അതാണ്, ഏറെയെ വീണ്ടും വീഴ്ത്താനുള്ള അഭിനയം. അപ്പൊ ഈ ഇപ്പുറത്തുള്ള വിശ്വാസമില്ല എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾ തിരിച്ചു പറയുന്ന മറുപടി എന്താണെന്നറിയോ? എങ്ങനെയാണ് ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളോടും പറയാത്ത രഹസ്യം ഇതിൽ വന്നത്? ഞാൻ ഇതുവരെ ആരോടും പങ്കുവച്ചിട്ടില്ലല്ലോ. എന്റെ അച്ഛനമ്മമാരോട്, വാപ്പയോട്, ഉമ്മയോട് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇതെങ്ങനെ ഈ ആസ്ട്രോളജർക്ക് മനസ്സിലായി? ഇതെങ്ങനെ ഇതിൽ വന്നു? പുതുമയാണല്ലോ, ആശ്ചര്യമാണല്ലോ. വീണ്ടും സെലിബ്രിറ്റി ഇടപെടും, ഇതാ പറഞ്ഞത്. ഇപ്പൊ വിശ്വാസായില്ലേ? ആസ്ട്രോളജി വിശ്വാസായില്ലേ? എന്നാ പിന്നെ ഉപയോഗിച്ചു തുടങ്ങിക്കോ. ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്, ആദ്യത്തെ ചാറ്റിങ്ങും ആദ്യത്തെ കോളിങ്ങും ഫ്രീ ആണ്. ആദ്യത്തെ കോൾ നടത്തും, നമ്മളൊരു പരിശോധനാർത്ഥം ഞാൻ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്തിട്ട് എന്റെ ഭാവിയെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ എന്നെ പേടിപ്പിക്കുന്ന ഒരു ന്യൂസും തരും. അതോടുകൂടെ എനിക്ക് ക്യൂരിയോസിറ്റി അഥവാ എന്റെ ഉത്കണ്ഠ, എന്റെ ആശങ്ക, എന്റെ ആകാംക്ഷ ഉണർന്നു. അപ്പോഴേക്ക് ടൈം കഴിഞ്ഞു. ഞാൻ പേടിച്ചു പറിച്ചു. ഇനിയിപ്പോ എന്താ അതിന്റെ ബാക്കി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വാലറ്റിൽ നിന്ന് എന്റെ പണം ഇതിലേക്ക് ഞാൻ കൊടുക്കണം. ഈ ആപ്പുകാർക്ക് ആയിരങ്ങളും ലക്ഷങ്ങളും കോടികളും പിടുങ്ങുവാൻ വേണ്ടി ഒരു വൻ മാഫിയ ആസ്ട്രോളജി എന്ന പേരിൽ ആസ്ട്രോളജറുമായി നിങ്ങൾക്ക് സംവദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെയും നിങ്ങളുടെയും വീടുകളിൽ ഓരോ കുട്ടികളുടെയും മുതിർന്നവരുടെയും കൈകളിലുള്ള സ്മാർട്ട് ഫോണുകൾ അവരിന്ന് കൈയടക്കിയിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ആ ചതിക്കുഴിയിൽ ഒരു രസത്തിന് വേണ്ടി ആദ്യം വീഴുന്നുണ്ട്. ഒന്ന് നോക്കുക, കയ്യിൽ വിശ്വാസമൊന്നുമില്ല, എന്നാലും ഒന്ന് കൊടുത്തു നോക്കുക, ഒന്ന് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു നോക്കുക, എന്നെ പറ്റി എന്താ പറയുന്നത് അറിയാലോ. അതിൽ വീഴും. പണ്ടുണ്ടായിരുന്നു നമ്മുടെ പുറം നാടുകളിലും ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെ. ഇപ്പൊ അതൊക്കെ നാട് നീങ്ങി. ഒരു പെട്ടിയും തൂക്കിക്കൊണ്ട് ഒരു കുറത്തി വരും, അതിലൊരു തത്തമ്മയുണ്ടാകും, കുറെ ചീട്ടുമുണ്ടാകും. തത്തമ്മയെ കൊണ്ട് ചീട്ടടുപ്പിക്കുന്ന, കൈനോട്ടം നടത്തുന്ന കുറത്തിമാർ, അവരെ പലരും അടുപ്പിക്കാറില്ല. ചിലരൊക്കെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് എന്താ പറയുന്നത് നോക്കാലോ എന്ന നിലക്ക് സമീപിക്കും. ഇതേപോലെ സോഷ്യൽ മീഡിയകളിൽ സമീപിക്കുന്ന ആളുകളുണ്ട്. അതോടുകൂടി അവരുടെ എല്ലാ രൂപത്തിലുള്ള വിവരങ്ങളും സ്മാർട്ട് ഫോണിൽ ബന്ധപ്പെട്ട ആപ്പുകളിൽ ആരാണോ അപ്പുറത്ത് വലവിരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസുകളും അവരിലേക്ക് എത്തിക്കഴിഞ്ഞു. അവിടം മുതൽക്ക് ഇനി നിങ്ങളെ വേട്ടയാടുകയാണ്. കോടികളാണ് ഈ മേഖലയിൽ നിന്ന് സമ്പാദിക്കുന്നത്. ജ്യോതിഷം അത് സൈബർ മേഖലയിൽ പിടിമുറുക്കിയിട്ട് ആരാരും അറിയാതെ മറ്റൊരാരുടെയെങ്കിലും ഒക്കെ അടുത്ത് പോകുമ്പോ ജ്യോത്സ്യന്മാരുടെയോ തങ്ങന്മാരുടെയോ ബീവിമാരുടെയോ ജിന്നമ്മമാരുടെയോ ഒക്കെ മുമ്പിൽ പോയിട്ട് തന്റെ പ്രശ്നം, കുടുംബ പ്രശ്നമോ രോഗവും കടമൊക്കെ പറയുമ്പോ ആരെങ്കിലും കാണൂലേന്ന് പേടിച്ചിട്ട് ആളുകൾ പോകാത്തത്. ഇതിപ്പോ അവനവന്റെ റൂമിലിരുന്ന് ആരും കാണാതെ ഇത്തരത്തിലുള്ള ജ്യോതിഷികളുമായി, തങ്ങന്മാരുമായി, ബീവിമാരുമായി സംവദിക്കുന്ന, അങ്ങനെ ലക്ഷങ്ങളും കോടികളും തട്ടിപ്പ് നടത്തുന്ന ഈ ഒരു വ്യവസായം ഇന്ന് തഴച്ചു വളരുകയാണ്. വളർന്നോട്ടെ, പൈസ ഉള്ളവരുണ്ടാക്കി, പൈസ ഉണ്ടാക്കുന്ന വളവന്മാരുണ്ടാക്കിക്കോട്ടെ, കുടുങ്ങണോ കുടുങ്ങിക്കോട്ടെ. പക്ഷെ നമുക്ക് പറയാനുള്ളത് വേറെയാണ്.
നമുക്ക് സംസാരിക്കാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കുന്ന മുസൽമാനോടാണ്. നീ അതിൽ കുടുങ്ങാൻ പാടില്ല, നമ്മളതിൽ കുടുങ്ങാൻ പാടില്ല. കാരണം നമ്മൾ ചെറുപ്പത്തിലെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ചൂഷണമുക്തമാണ്, പരിശുദ്ധമാണ്, പവിത്രമാണ്, കാലാതിവർത്തിയാണ്, സാർവജനീനമാണ്. ഇതൊക്കെ ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളുടെയും പ്രത്യേകതകളാണ്. എങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇത്തരത്തിലുള്ള ഒരു ഘട്ടത്തിൽ ഒരു വിശ്വാസി ഇതിൽ കുടുങ്ങില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താ കാരണം? വിശ്വാസികൾ പഠിച്ചു വെച്ചു, അവരുടെ റബ്ബിനെ പഠിക്കലാണ് ആദ്യത്തെ വിശ്വാസത്തിന്റെ പടി എന്ന്. എന്താണ് നമ്മുടെ അഖീദയുടെ ഒന്നാമത്തെ കാര്യം തന്നെ? എന്താണ്? അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിനെ അറിയലാണ്, അള്ളാഹുവിനെ വിശ്വസിക്കലാണ്. അള്ളാഹുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഓരോ ഗുണങ്ങളും വിശ്വസിക്കലാണ്. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട് ഒരു ഹദീസിലൂടെ. മറ്റു ചില ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നത് 99ലും നിൽക്കുന്നില്ല, 100ന്റെ അപ്പുറം പോകുന്ന വിശിഷ്ട നാമങ്ങളാണ് റബ്ബിനുള്ളത്. ഓരോ പേരുകളും അള്ളാഹുവിന്റെ വ്യത്യസ്തങ്ങളായ ഗുണങ്ങളാണ്, മഹത്വങ്ങളാണ്. അതിന്റെയൊക്കെ അർത്ഥവും ആശയവും ഗ്രഹിക്കൽ മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്ക് നിർബന്ധവുമാണ്. നമ്മളിൽ എത്ര പേർക്ക് അറിയാമെന്ന് അവരവരാണ് അവരവരോട് ചോദിക്കേണ്ടത്. ഒരുപാട് താരങ്ങളുടെ പേരുകൾ അറിയാം നമുക്ക്, ഒരുപാട് സെലിബ്രിറ്റികളുടെ പേരുകൾ അറിയാം നമുക്ക്. അവരുടെയൊക്കെ ഫ്ലക്സ് ബോർഡുകൾ വെക്കാൻ 1000ങ്ങളും 10,000ങ്ങളും കൊടുക്കാനും നമുക്ക് മടിയില്ല. എന്നെ സൃഷ്ടിച്ച് എനിക്ക് വായു തന്ന, വെള്ളം തരുന്ന, ഓക്സിജൻ തരുന്ന, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ റബ്ബിന്റെ വ്യത്യസ്തങ്ങളായ പേരുകൾ അറിയുന്ന എത്ര പേര് ഈ ശബ്ദം ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് സ്വന്തത്തോട് ചോദിക്കുക. ഖബറിൽ വെച്ചാൽ ആദ്യം ചോദ്യം റബ്ബിനെ കുറിച്ചായിരിക്കും എന്നതും ഇതിനോട് ചേർത്ത് വായിക്കുക. മൻ റബ്ബുക്, ആരാടോ നിന്റെ റബ്ബ്? റബ്ബിനെ അറിയാത്തവർക്ക് അവിടെ അല്ലാഹു റബ്ബി എന്ന് പറയാനാവില്ല. ഖബറിൽ അല്ലാഹുവിനെ അറിയലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ ഒരു ഗുണമാണ് ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും ഒരുപോലെ അറിയുന്നവനാണ് അള്ളാഹു. അള്ളാഹുവിന് മറഞ്ഞത് തെളിഞ്ഞത് എന്നൊന്നില്ല, അതൊക്കെ നമുക്കാണ്. ഒരു മറക്കപ്പുറത്തുള്ളത്, വരാനിരിക്കുന്നത്, നാളെ സംഭവിക്കുന്നത് ഒക്കെ എനിക്ക് ഗൈബാണ്, എനിക്കറിയില്ല. എന്റെ റബ്ബിന് അതൊന്നും പ്രശ്നമല്ല, അവനതെല്ലാം അറിയാം. ആകാശഭൂമികളിൽ ഒരാൾക്കും ആ മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല. നബിയെ പറയുക, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. പ്രവാചകരെ പഠിപ്പിച്ചു കൊടുക്കൂ ജനങ്ങൾക്ക്. ലാ യഅലമു, അറിയുകയേയില്ല, മൻ ഫിസ് സമാവാതി വൽ അർദി, ആകാശഭൂമികളിലുള്ള ആരും തന്നെ അറിയില്ല, അൽ ഗൈബ, മറഞ്ഞ കാര്യം, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ, അല്ലാഹു അല്ലാതെ അറിയില്ല. എത്രയോ മഹാന്മാരും പലരും മരണപ്പെട്ടു പോയിട്ടില്ലേ? എല്ലാവരും മരിക്കും. എപ്പോഴാണ് മഹ്ശറിലേക്ക്, ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന സത്യം പോലും ഒരാൾക്കും അറിയിച്ചു കൊടുക്കാത്ത തികച്ചും റബ്ബിൽ മാത്രം നിക്ഷിപ്തമായ അറിവാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തോട് പഠിപ്പിച്ചു, ലാ അഅലമുൽ ഗൈബ, എനിക്ക് ഗൈബ് അറിയില്ല ജനങ്ങളെ, മറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയില്ല. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല മറഞ്ഞ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അതൊക്കെ റബ്ബ് അപ്പോൾ വഹയി കൊടുക്കുമ്പോൾ അത് പറയുന്നു എന്നുള്ളതല്ലാതെ വഹയി കിട്ടാത്ത വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും മറഞ്ഞ കാര്യങ്ങൾ ഇനി ഭാവിയിൽ എന്ത് നടക്കാൻ പോകുന്നു എന്ന് അറിയാൻ സാധിക്കുമായിരുന്നില്ല. വഹദ് യുദ്ധത്തിന്റെ രംഗം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. മുസ്തഫായെ വാരിക്കുഴിയിൽ വീഴ്ത്തിയിട്ട് കൊല്ലാനും ചതിക്കാനുമായിരുന്നു ശത്രുക്കളുടെ പ്ലാൻ. വഹദിന്റെ രണാങ്കണത്തിൽ അവർ ചതിക്കുഴി തയ്യാറാക്കി അതിന്മേൽ ചില്ലകളും ഇലകളും മണ്ണൊക്കെ ഇട്ട് മൂടിയിരുന്നു. മുസ്തഫയെ വാരിക്കുഴിയിൽ വീഴ്ത്തി കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ. അള്ളാഹുവിന്റെ റസൂലിന് അത് മനസ്സിലായില്ല. അവിടുന്ന് നടന്നു നീങ്ങവേ വഹദിന്റെ രണാങ്കണത്തിൽ ശത്രു കുഴിച്ചു വെച്ചിരുന്ന ചതിക്കുഴിയിൽ അവിടുന്ന് വീണുപോയി. അവിടുത്തെ മുൻപല്ലുകൾ പൊട്ടി രക്തം ധാരധാരയായി ഒഴുകി എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അള്ളാഹുവിന്റെ റസൂലാണെങ്കിൽ പോലും ഭാവിയിൽ അടുത്ത സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് മുസ്തഫാക്ക് പോലും അറിയില്ല. റബ്ബ് പ്രത്യേകം വഹയി കൊടുത്തിട്ടില്ലെങ്കിൽ. ഇത് ഇസ്ലാമിന്റെ അധ്യാപനാണ്.
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വലൗ കുന്തു അഅലമുൽ ഗൈബ, എനിക്കെങ്ങാനും അറിഞ്ഞ കാര്യം അറിയാമായിരുന്നുവെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈരി, ഞാൻ നന്മ മാത്രം അധികരിപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു. വമാ മസ്സനിയസ്സൂ, എനിക്ക് ഒരു ആപത്തും ബാധിക്കുകയുമില്ലായിരുന്നു. പിന്നെ എനിക്കെന്താ ആപത്ത് ബാധിക്കുന്നത്? എനിക്കെന്താ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? എനിക്കും ആ വിഷയത്തിൽ നിങ്ങളെ പോലെയാണ്. അള്ളാഹ് എനിക്ക് വഹി അറിയിച്ചു തന്നിട്ടില്ലെങ്കിൽ അത് വേറെ ആർക്കും കിട്ടൂലല്ലോ. അത് അറിയിച്ചു തന്നിട്ടില്ലെങ്കിൽ എനിക്കും അറിയാൻ സാധിക്കില്ല എന്ന് ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ഈ വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെച്ചവനല്ലാതെ, ഇതിനെ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ ഏറ്റവും കടുത്ത ആക്രമിക്കല്ലാതെ ഒരു തങ്ങളുടെയോ മുല്ലയുടെയോ ബീവിയുടെയോ മോലിയാരുടെയോ ജോത്സ്യന്റെയോ തങ്ങന്മാരുടെയോ ആരുടെയും മുമ്പിൽ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്തെന്ന് ചോദിച്ചുകൊണ്ട് എന്റെ ഭാവി എന്താണെന്ന് അറിയാനുള്ള ആ രൂപത്തിലുള്ള അന്വേഷണവുമായി സമീപിക്കാനോ, എന്റെ ഭാവി ഒന്ന് പറഞ്ഞു തരാമോ എന്നോ, കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കൊന്ന് തകിട് തരുമോ എന്നോ, എനിക്കതിനുള്ള പരിഹാര മാർഗങ്ങൾ പൈശാചികമായ രീതിയിലാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. ഇസ്ലാമിൽ പലയിടത്തും ദിക്റുകളും ദുആകളും ഒക്കെ ചൊല്ലാൻ നിർദ്ദേശമുണ്ട്. അത് വേറെ വിഷയമാണ്. അതും ഇതുമായിട്ടൊന്നും ബന്ധമല്ല. പലരും അതൊക്കെ കാണിച്ച് ഈ ചൂഷണത്തെ ന്യായീകരിക്കാറുണ്ട്. രണ്ടും രണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ദുആ ദിക്റുകളുണ്ട്. നിത്യജീവിതത്തിൽ ചൊല്ലാനും പറയാനും എമ്പാടുമുള്ള ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. അതൊക്കെ വേറെ വിഷയമാണ്. ഇവർ ചെയ്യുന്നത് അതല്ല. ഇവർ തകിട് തരികയാണ്. നിങ്ങൾക്കാരോ മാരണം ചെയ്തിരിക്കുകയാണെന്നാ പറയുന്നത്. നിങ്ങൾക്കാരോ സിഹിർ ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ ഉമ്മറപ്പടിയിൽ ഈ തകിട് കൊണ്ടുപോയി കുഴിച്ചിടണം. ഈ കോഴിമുട്ട നിങ്ങൾ അടുപ്പിൽ കുഴിച്ചിടണം. തകിട് അടുപ്പിൽ കുഴിച്ചിടണം. ഈ കുപ്പി നിങ്ങൾ വീടിന്റെ 4 വശത്തും തൂക്കിയിടണം. അയൽവാസി സിഹിർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതേ പ്രശ്നങ്ങളുണ്ട്. വലിയൊരു അപകടം ഇനി നിങ്ങൾക്ക് വരാൻ കാണുന്നുണ്ട്. ഒക്കെ നക്ഷത്രം നോക്കിയിട്ട് ഇവൻ പ്രവചിക്കുകയാണ്. അങ്ങനെ ഒരു നക്ഷത്രം നോക്കി, താരങ്ങൾ നോക്കി, സൂര്യചന്ദ്രന്മാരുടെ ചലനങ്ങൾ നോക്കിയിട്ട് മനുഷ്യന് അപകടം വരും എന്ന് പ്രവചിക്കുന്ന ആ രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള ഇൽമുൻ നുജൂം എന്ന് പറയുന്ന ആസ്ട്രോളജി, മറ്റൊരു ഇൽമുൽ ഫലക്കാണ്. അത് വാന ശാസ്ത്രമാണ്. അത് അംഗീകൃത ശാസ്ത്രമാണ്. ഇത് തികച്ചും അന്ധവിശ്വാസമാണ്. ഇതിന്റെ ഇരകളായി മാറരുത്. ജ്യോത്സ്യന്മാര് എന്നുള്ള ബോർഡ് ഉണ്ടാവും, അത് അതിന്റെ മതക്കാരായിരിക്കും. തങ്ങന്മാര് എന്നുള്ള ബോർഡ് ഉണ്ടാവും, ബീവി എന്നുള്ള ബോർഡ് ഉണ്ടാവും, അത് ഈ ചൂഷണക്കാരാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ പറയാതിരുന്നിട്ടൊന്നും കാര്യമില്ല. ഇതിലൊന്നും വിശ്വാസമല്ല എന്ന് പറയണവനും തലയിൽ മുണ്ടിട്ട് പോണുണ്ട് എന്നാണ്. ആരും അറിയണ്ട, ഒന്ന് പോയി നോക്കുക. എനിക്ക് വിശ്വാസമൊന്നുമില്ല എന്നാണ് പോയി നോക്കുക. കുറെ കാലായാലപ്പം ഇങ്ങനെ നടക്കണ്. ഒരുപാട് ചെയ്തല്ലോ, കുറെ ചികിത്സിച്ചല്ലോ, ഒന്നാണ് പോയി നോക്കുക. അങ്ങനെ പോയി ചാത്തൻ സേവാ മഠങ്ങളിലും മുസ്ലിയാക്കന്മാരുടേതായ ചൂഷണ മേഖലകളുടെ മുമ്പിലും ജിന്ന് മഹദറകളുടെ മുമ്പിലും അതേപോലെയുള്ള ദിക്ർ മജ്ലിസുകൾ എന്ന് പറയുന്ന ചൂഷണത്തിന്റെ കേന്ദ്രങ്ങളുടെ മുമ്പിലും ആത്മീയ തട്ടിപ്പുകാരുടെ മുമ്പിലും ഈ സമുദായത്തിന്റെ മക്കൾ അവരുടെ ലക്ഷങ്ങൾ കൊണ്ടുപോയി അടിയറ വെക്കുകയാണ്. അങ്ങനെയാണ് ഇല്ലാത്ത നിധി കുഴിച്ചെടുക്കാൻ വേണ്ടി ഒരു ഹാജിയാരോട് സ്വർണം ഇരട്ടിപ്പിച്ച് തരാമെന്ന് കാസർഗോഡുകാരി ഒരു ജിന്നുമ്മ അവകാശപ്പെട്ട് അയാളെ കൊന്നുകളഞ്ഞത്. പ്രമാദമായ കേസല്ലേ. ഇന്നും കോടതിയിൽ അതിന്റെ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന തെളിവുകൾ, ലൈവ് ന്യൂസുകൾ. ഇതാ കേരളം, ഇതാണ് കേരളം. സാക്ഷര കേരളം എന്നൊക്കെ പറയും. അന്ധവിശ്വാസത്തിന്റെ ഏറ്റവും കടുത്ത ആലയത്തിൽ തന്റെ ശിരസ് കൊണ്ടുപോയി പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി എന്ന് അവകാശപ്പെടുന്ന മാപ്പിളമാര് പോലും. അവിടെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ വിശ്വാസത്തിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ചു തന്നതാണ് മന്നത അറാഫൻ. കേട്ടോ, ഇതിന്റെ ഗൗരവമായി ഇനി പറയാൻ പോകുന്നത്. മൻ അറാഫൻ, ആരെങ്കിലും ഒരു അറാഫിനെ സമീപിച്ചാൽ, തരത്തിലുള്ള പ്രവാചകന്മാരുണ്ടല്ലോ, ജ്യോത്സ്യന്മാര്, ഇവരെയൊക്കെ ആരെങ്കിലും, കണക്കന്മാര്, മഷിനോട്ടക്കാര്, അങ്ങനെയുള്ള ആളുകളെ ആരെങ്കിലും സമീപിച്ചിട്ട് ഫസഅലഹു അൻ ശൈഇൻ, അവനോട് ചില കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. വിശ്വാസമൊന്നുമില്ല, എന്താ പറയണെന്ന് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നെറ്റില് ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കാത്തുത്തിരിക്കുകയാണ്. വിശ്വാസമൊന്നുമില്ല, എന്നാലും എന്താ എന്നെ കുറിച്ച് പറയുന്നത് അപ്പുറത്തുനിന്നൊന്ന് നോക്കുക. ഇത് ചെയ്യുന്ന ആയിരങ്ങളുണ്ട്. അവനെ തന്നെയാ ഇവര് എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് അവനെ എനിക്ക് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പോലും പറഞ്ഞത് എന്താണെന്നറിയോ?
ഒരു പരീക്ഷണാർത്ഥം പോലും അങ്ങനെ അവരോടെന്തെങ്കിലും ചോദിക്കാൻ നിന്നവൻ ലം തുഖ്ബൽ ലഹു സലാത്തുൻ 40 യൗമാ 40 ലൈല, 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കപ്പെടൂല, തള്ളും. 40 ദിവസം നിസ്കരിച്ച 200 വഖത്ത് നിസ്കാരം ബാത്തിലായി. എന്റെ കൂലിയാണ് പോകും. എന്തിന്? വെറുതെ ഒന്ന് നോക്കുക എന്ന് പറയുന്നവനോട് കാര്യമായി പറയുന്നു. എന്നാൽ അവനിൽ വിശ്വസിക്കുകയും അവൻ പറയുന്നത് അംഗീകരിക്കുകയും അതിന് വേണ്ട പരിഹാരക്രിയകൾക്ക് നെട്ടോട്ടമോടുകയും ചെയ്താലോ അതിന്റെ വിധി വേറെ. ആരെങ്കിലും ഇത്തരത്തിലുള്ള ഈ രൂപത്തിലുള്ള തട്ടിപ്പുകാരെ സമീപിക്കുകയും അയാൾ പറഞ്ഞതവൻ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന് ഇറക്കി കൊടുത്തിട്ടുള്ള റബ്ബിന്റെ പരിശുദ്ധ ഖുർആനിൽ അവൻ കാഫിറാണ്. ഇസ്ലാം എന്ന് പുറത്തുപോയി. അവന് ഇസ്ലാമിൽ സ്ഥാനമില്ല, സത്യനിഷേധിയായി മാറിയവൻ എന്നാണ്. വളരെ ഗൗരവമാണ് സുഹൃത്തുക്കളെ. ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ അതിന്റെ ആളല്ലല്ലോ. നിങ്ങളെ വീട്ടിൽ ഇത് ചോദിച്ചു നോക്ക്. സ്മാർട്ട് ഫോണിലൊക്കെ ഇന്ന് വലിയ ഡോക്ടറേറ്റ് നേടുന്നത് നമ്മുടെ മക്കളാ. അവരോട് ചോദിച്ചു, അവര് പറഞ്ഞു ഇതറിയാത്ത ആളുകളൊന്നുമില്ല, എല്ലാവരുടെ ഫോണിലൊന്നും സുലഭമാണ്. അപ്പൊ അത് വർദ്ധിച്ചു വരും. അതുകൊണ്ട് വർദ്ധിച്ചു വരുന്ന ഒരു തിന്മക്കെതിരെ പറയലും ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കലും ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലക്ക് നമ്മുടെ കടമയാണല്ലോ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, റഹ്മാനായ റബ്ബ് പവിത്രമായ പരിപാവനമായ ചൂഷണമുക്തമായ അൽ ഈമാൻ, യഥാർത്ഥമായ വിശ്വാസത്തിന്റെ വക്താക്കളായി ജീവിച്ചു മരിക്കുവാൻ നമുക്കും നമ്മുടെ മക്കൾക്കും ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു وعلى آله وصحبه ومن تبع هديه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ വിശ്വാസികളായി ജീവിച്ച് വിശ്വാസികളായി മരിക്കുന്നതിന് തടസ്സമായി വരുന്ന എന്തെന്ത് അന്ധവിശ്വാസങ്ങളുണ്ടോ അവയിൽ നിന്നെല്ലാം വിട്ടുനിൽക്കൽ നമ്മുടെ കടമയാണ്. ലോകത്ത് പലരും പലതും ചെയ്യും, അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള മണ്ണാണ് ഈ ലോകം. പക്ഷെ വിശ്വാസികൾ അങ്ങനെ ആയിരിക്കരുത്. അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, ഞാനൊരു മുസ്ലിമാണ്. അതുകൊണ്ട് വല്ലവരും ഇതിൽ മുമ്പെങ്ങാനും പെട്ടുപോയിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിലുള്ള ജ്യോതിഷമാണെങ്കിലും പുറമേക്കുള്ള ജ്യോതിഷികളെ സമീപിച്ചതാണെങ്കിലും തങ്ങന്മാരെയോ ഈ രൂപത്തിലൊക്കെയുള്ള കളഞ്ഞുപോയ വസ്തുക്കൾ കിട്ടാന് പണ്ടം പോയാല് പണം പോയാലൊക്കെ പോകുന്നുണ്ട്. ഇവരൊക്കെ തന്നെയാണ് അറാഫും കാഹിനും ഒക്കെ. എവിടെയാണ്, ആരാ കട്ടത്, ആരാ കൊണ്ടുപോയത്, ആരാ എനിക്ക് സേർ ചെയ്തത്, എവിടെയാ കുഴിച്ചിട്ടത്, എവിടെന്നാ മാന്തണ്ടത് എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ. ഈ തകിട് കെട്ടിക്കോ, ഈ ഏലസ് കെട്ടിക്കോ, ഈ നൂലിവിടെ ബന്ധിച്ചോ, ഈ പറയുന്ന എല്ലാ ചൂഷകന്മാരും ഇല്ലേ. ആരെങ്കിലും പോയോ? തൗബയില്ലേ? തൗബയുണ്ട്. തൗബയില്ലാത്ത തെറ്റേതാ ഉള്ളത്? എന്തു വേണം? ഇതുവരെ ചെയ്തതിലൊക്കെ ആത്മാർത്ഥമായ ഖേദം വേണം. നമ്പർ 1, ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. നല്ല ഖേദം വേണം. പറ്റിപ്പോയി, അറിയായിരുന്നില്ല, അറിയുമായിരുന്നില്ല, ഇത്ര അബദ്ധമാണ് ചെയ്തത് പോയതെന്ന് അറിയില്ലായിരുന്നു. റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണം. അല്ലാതെ എനിക്ക് വരുന്ന മാനഹാനി ഓർത്തിട്ടോ, നാട്ടുകാർ പറയൂലേ എന്നത് ഓർത്തിട്ടോ, അയാളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുപോയി വെച്ചിട്ടുള്ള ധനനഷ്ടം ആളുകൾ അറിയില്ലേ എന്നത് ഓർത്തിട്ടോ ഒന്നും ആയിരിക്കരുത്. എന്റെ റബ്ബിനത് ഇഷ്ടമല്ലല്ലോ, ഞാൻ പെട്ടുപോയില്ലേ, റബ്ബേ പൊറുക്കണേ എന്ന നെടും ഖേദമാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമതോ, ഇനി അത്തരം ചൂഷകന്മാരെ ഞാൻ സമീപിക്കില്ലെന്ന ദൃഢനിശ്ചയം. ഇനി ആര് എന്നെ പ്രലോഭിപ്പിച്ചാലും, അതെന്റെ സ്മാർട്ട് ഫോണുകളിൽ വരുന്ന ആഡുകളാണെങ്കിലും മറ്റാരാണെങ്കിലും, എന്നെ എന്ത് നിലക്ക് എന്നെ പ്രലോഭിപ്പിച്ചാലും ഞാൻ അതിൽ കുടുങ്ങൂല. എനിക്ക് വരുന്ന ഖൈറും ഷർറും എന്റെ റബ്ബാ തീരുമാനിക്കുന്നത്. ഞാൻ എന്റെ റബ്ബിലാണ് വിശ്വസിക്കുന്നത്, ഞാൻ എന്റെ റബ്ബിലാണ് തവക്കുൽ ചെയ്യുന്നത് എന്ന ദൃഢനിശ്ചയമാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ, അത്തരത്തിലുള്ള ആളുകൾ തന്ന വല്ല ശേഷിപ്പുകളും നിങ്ങളുടെ അരയിലോ കയ്യിലോ വീട്ടിലോ ഉണ്ടെങ്കിൽ മുഴുവൻ എടുത്ത് ഊരി നശിപ്പിക്കണം. അരയിൽ കെട്ടിയ ഏലസുകളുണ്ടോ, നൂലുകളുണ്ടോ, മന്ത്രത്തകിടുകളുണ്ടോ, മന്ത്രച്ചരടുകളുണ്ടോ, മുഴുവനും ഊരി വലിച്ചെറിഞ്ഞേക്കണം. എന്നിട്ട് അല്ലാഹുവിനോട് റബ്ബേ പറ്റിപ്പോയി ആത്മാർത്ഥമായി ഖേദിച്ചാൽ റഹ്മാനായ റബ്ബ് എല്ലാം പുറത്തു തരും.
അതുകൊണ്ട് വിശ്വാസത്തെ വിശുദ്ധമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയാലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനും ഖബറിൽ വെക്കുന്ന സമയത്തുള്ള ഒന്നാമത്തെ പരീക്ഷയുടെ 3 പ്രധാന ചോദ്യങ്ങൾക്ക് മണിമണിയായി ഉത്തരം ചെയ്യാനും വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാരെ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കഷ്ടപ്പെടേണ്ടി വരും, നിലവിളിക്കേണ്ടി വരും, അട്ടഹസിക്കേണ്ടി വരും. പക്ഷേ അതൊന്നും കേട്ട് നമ്മോട് കനിവ് പറയാൻ, കനിവ് കാണിക്കാൻ ഒരാളുമില്ലാത്തൊരു ലോകത്ത് നമ്മൾ അപ്പോഴേക്കും എത്തിക്കഴിഞ്ഞിട്ടുണ്ടാകും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്കെല്ലാം അള്ളാഹു പരിപൂർണമായി ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, മറ്റു ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. നരകത്തിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا